വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമിസ്റ്റർ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന സബ്ജക്റ്റിൽ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്നൊരു പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി? ഇതൊരു ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആണ്. ഇവിടെ സിമിലർലി ചാർജ്ഡ് അയൺസിൻ്റെ റിവേഴ്സിബിൾ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേഷൻ അച്ചീവ് ചെയ്യുന്നത് ഒരു അയൺ എക്സ്ചേഞ്ച് റെസീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഈ അയൺ എക്സ്ചേഞ്ച് റെസീൻ എന്ത് ചെയ്യുന്നുണ്ട്? അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിലേറ്റീവ് അഫിനിറ്റീനെ ബേസ് ചെയ്തിട്ട്. കോമൺലി സിമിലർ ചാർജ്ഡ് അയോൺസ് ആയിട്ട് കാറ്റയോൺസോ ആനിയോൺസിനൊക്കെയാണ് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഡ്രഗ്സും ഫാർമസ്യൂട്ടിക്കൽ ഏജൻസൊക്കെ വീക്ക്ലി അല്ലെങ്കിൽ സ്ട്രോങ്ലി അസിഡിക് അല്ലെങ്കിൽ ബേസിക് ആണ്. അതിനെ സെപ്പറേഷന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആക്കുന്നുണ്ട്. എനേബിൾ സെപ്പറേഷൻ ഓഫ് എ മിക്സ്ചർ ഓഫ് സിമിലർലി ചാർജ്ഡ് സബ്സ്റ്റൻസ് ഇൻ ടു പ്യുവർ കോമ്പണൻസ്. അപ്പോൾ ഒരു മിക്സ്ചറിൽ സിമിലർലി ചാർജ്ഡ് സബ്സ്റ്റൻസസിൻ്റെ ഒരു മിക്സ്ചറിനെ പ്യുവർ കോമ്പണൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി നമ്മൾ നോക്കി. അതൊരു ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആണ്. ഇവിടെ സിമിലർലി ചാർജ്ഡ് അയൺസിൻ്റെ റിവേഴ്സിബിൾ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേഷൻ അച്ചീവ് ചെയ്യുന്നത് ഒരു അയൺ എക്സ്ചേഞ്ച് റെസീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അത് റിലേറ്റീവ് അഫിനിറ്റീനെ ബേസ് ചെയ്തിട്ട് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. കോമൺലി സിമിലർലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് കാറ്റയോൺസിൻ്റെയും ആനിയോൺസിനെയൊക്കെയാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഒരു മിക്സ്ചർ ഓഫ് സിമിലർലി ചാർജ്ഡ് സബ്സ്റ്റൻസസിന് പ്യുവർ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എനേബിൾ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഫിഗർ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കണ്ടിട്ടുള്ള ഈ ഒരു സെയിം ഫിഗർ തന്നെയാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആനിയോൺ എക്സ്ചേഞ്ചർ സ്റ്റേഷനറി പാർട്ടിക്കിളും ഇവിടെ കാറ്റയോൺ എക്സ്ചേഞ്ചർ ഉണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് അനലൈറ്റ് പോസിറ്റീവ് സർഫസിലോട്ട് അട്രാക്ട് ചെയ്യും. ഇവിടെ ആണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അനലൈറ്റ് നെഗറ്റീവ് സർഫസിലോട്ട് അട്രാക്ട് ചെയ്യും. ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കണം. അടുത്തത് ഇതും വരയ്ക്കുക. ഇനീഷ്യൽ സ്റ്റേജിലും അഡ്സോർപ്ഷൻ ഓഫ് ടാർഗറ്റ്, സ്റ്റാർട്ടിംഗ് ഓഫ് എലൂഷൻ, എൻഡ് ഓഫ് എലൂഷൻ, റീജനറേഷൻ. ഈ ഒരു പ്രോസസ്സിൻ്റെ ഈ ഒരു രണ്ട് ഫിഗറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ചിരിക്കണം. അടുത്തത് സെപ്പറേഷൻ്റെ പ്രിൻസിപ്പിളാണ്. ഇവിടെ സൊല്യൂഷനിലുള്ള അയൺസും അതേപോലെ അയൺ എക്സ്ചേഞ്ച് റെസീനിൽ പ്രസൻ്റ് ആയിട്ടുള്ള അയൺസും തമ്മിൽ ഇവിടെ റിവേഴ്സിബിൾ എക്സ്ചേഞ്ച് ആണ് നടക്കുക. അതായത് സൊല്യൂഷനിലുള്ള അയോൺസും അയൺ എക്സ്ചേഞ്ച് റെസീനിലുള്ള അയോൺസും തമ്മിലുള്ള അയോൺസിൻ്റെ റിവേഴ്സിബിൾ എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീനും ഉണ്ട്, ആനിയോൺ എക്സ്ചേഞ്ച് റെസീനും ഉണ്ട്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റയോൺസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സൊല്യൂഷനിലുള്ള കാറ്റയോൺസിനെ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീനിലുള്ള സിമിലർ അയോൺസുമായിട്ട് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് നടക്കും. കാറ്റയോൺസ് സോളിഡ് മാട്രിക്സിൽ റിറ്റെയിൻ ചെയ്യും. അതിനെ എലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സ്ട്രെങ്ത് ഉള്ള ബഫേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആനിയോൺ എക്സ്ചേഞ്ച് റെസീൻ എന്ന് പറഞ്ഞാൽ ആനിയോൺസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സൊല്യൂഷനിലുള്ള ആനിയോൺസും ആനിയോൺ എക്സ്ചേഞ്ച് റെസീനിൽ പ്രസൻ്റ് ആയിട്ടുള്ള സിമിലർ ആനിയോൺസും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. ആ ആനിയോൺസ് സോളിഡ് മാട്രിക്സിൽ റീറ്റെയിൻ ചെയ്തതിനെ എലൂട്ട് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രെങ്ത് ഉള്ള ബഫേഴ്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ. അടുത്തത് ക്ലാസിഫിക്കേഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് റെസിൻ, കെമിക്കൽ നേച്ചർ, ഫങ്ഷണൽ ഗ്രൂപ്പ്, സ്ട്രക്ചറൽ ടൈപ്പ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ സ്ട്രക്ചർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്രൈറ്റീരിയ ഫോർ റെസിൻ. റെസിൻ എന്ന് പറഞ്ഞാൽ കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, കോമൺ സോൾവെൻസിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കണം, പിന്നെ ക്രോസ് ലിങ്കിൻ്റെ സഫീഷ്യൻറ്റ് ഡിഗ്രി ഓഫ് ക്രോസ് ലിങ്കിങ് ഉണ്ടാവണം. സ്വെല്ലൻ റെസിൻ എന്ന് പറഞ്ഞാൽ വാട്ടറിനെക്കാട്ടിലും ഡെൻസർ ആയിരിക്കണം. സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് അയൺ എക്സ്ചേഞ്ച് ഗ്രൂപ്പ്സ് അതിന് കണ്ടെയ്ൻ ചെയ്യണം. ഇനി നമുക്ക് ഓരോരോ ക്ലാസിഫിക്കേഷനായിട്ട് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് റെസിൻ. സോഴ്സ് ഓഫ് റെസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്. നാച്ചുറലിൽ വരുന്ന എക്സാമ്പിളാണ് കാറ്റയോൺസ് ആയിട്ട് സിയോലൈറ്റും ക്ലേയും. സിന്തറ്റിക്കിൽ വരുന്നത് ഇനോർഗാനിക് റെസീൻസും ഉണ്ട്, ഓർഗാനിക് റെസീൻസും ഉണ്ട്. അത് പോളിസ്റ്റൈറിനും ഡൈവിനൈൽ ബെൻസീൻ കൊണ്ട് കമ്പോസ് ചെയ്തിട്ടാണുള്ളത്.
ഇനി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കെമിക്കൽ നേച്ചർ. കെമിക്കൽ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് സ്ട്രോങ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ, വീക്ക്ലി അസിഡിക് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ, സ്ട്രോങ്ലി ബേസിക് ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ, വീക്ക്ലി ബേസിക് ആനയോൺ എക്സ്ചേഞ്ചർ, ഇങ്ങനെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്സ് സ്റ്റൈറിൻ ഡൈവിനാൽ ബെൻസീൻ കോപോളിമറായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. വീക്ക്ലി അസിഡിക് കാറ്റയോൺ എക്സ്ചേഞ്ചർ ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്സ് ആണ് ആക്രിലിക് ഡൈവിനാൽ ബെൻസീൻ കോപോളിമറായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ്ലി ബേസിക് ആനയോൺ എക്സ്ചേഞ്ചർ ആണെങ്കിൽ ക്വാട്ടർണറി അമോണിയം ഗ്രൂപ്പ്സ് സ്റ്റൈറിൻ ഡൈവിനാൽ ബെൻസീൻ കോപോളിമറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ബേസിക് ആനയോൺ എക്സ്ചേഞ്ചർ ആണെങ്കിൽ പോളി ആൽക്കൈലമൈൻ ഗ്രൂപ്പ്സ് ആണ് സ്റ്റൈറിൻ ഡൈവിനാൽ ബെൻസീൻ കോപോളിമറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ടൈപ്പാണ് അക്കോർഡിംഗ് ടു കെമിക്കൽ നേച്ചർ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഇനി ഡിഫറെൻറ്റ് അയൺ എക്സ്ചേഞ്ച് റെസീനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴും 3 ആയിട്ടുണ്ട്. സ്ട്രോങ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീൻ, വീക്ക് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീൻ, സ്ട്രോങ് ആനയോൺ എക്സ്ചേഞ്ച് റെസീൻ. സ്ട്രോങ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീനിൽ വരുന്നത് SO3H, വീക്ക് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീനിൽ COOH, OH, SH, PO3H2. സ്ട്രോങ് ആനയോൺ എക്സ്ചേഞ്ച് റെസീനിൽ വരുന്നതാണ് NHRും NH2ഉം. ഇനി സ്ട്രക്ചറൽ ടൈപ്പ് ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് പെല്ലിക്കുലർ ടൈപ്പ് വിത്ത് അയൺ എക്സ്ചേഞ്ച് ഫിലിം. അത് പോറസ് റെസീനാണ്, എക്സ്ചേഞ്ചർ ബീഡ്സുമായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. 30 to 40 മൈക്രോമീറ്റർ ആണ് സൈസ് വരുന്നത്. ഫിലിമിൻ്റെ തിക്നെസ് 1 to 2 മൈക്രോമീറ്റർ ആണ്. അതിന് വെരി ലോ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ആണ് 0.01 to 0.1 മില്ലി ഇക്വാലൻറ്റ് പെർ ഗ്രാം ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസീനാണ് അതിൻ്റെ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് അപ്പോൾ പെല്ലിക്കുലർ ടൈപ്പ് വിത്ത് അയൺ എക്സ്ചേഞ്ച് ഫിലിം. സെക്കൻഡ് വൺ ആണ് പോറസ് റെസിൻ കോട്ടഡ് വിത്ത് എക്സ്ചേഞ്ചർ. അതിൻ്റെ ബീഡ്സിൻ്റെ സൈസ് 5 to 10 മൈക്രോമീറ്റർ. അത് ടോട്ടലി പോറസ് ആണ്, ഹൈലി എഫിഷ്യൻ്റ് ആണ്. എക്സ്ചേഞ്ച് കപ്പാസിറ്റി വരുന്നത് 0.5 to 2 മില്ലി ഇക്വാലൻറ്റ് പെർ ഗ്രാം ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസീൻ ആണ്. തേർഡ് വൺ ആണ് മാക്രോ റെറ്റിക്കുലർ റെസിൻ ബീഡ്. അത് അത്രത്തോളം എഫിഷ്യൻ്റ് ഒന്നുമല്ല, വെരി ലോ എക്സ്ചേഞ്ച് കപ്പാസിറ്റി തന്നെയാണ് ഉള്ളത്. നാലാമത്തെയാണ് സർഫസ് സൾഫോണേറ്റഡ് ആൻഡ് ബോണ്ടഡ് ഇലക്ട്രോസ്റ്റാറ്റിക്കലി വിത്ത് ആനയോൺ എക്സ്ചേഞ്ചർ. അതും ലെസ് എഫിഷ്യൻ്റ് ആണ്, ലോ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ആണുള്ളത്. എക്സ്ചേഞ്ച് കപ്പാസിറ്റി 0.02 മില്ലി ഇക്വാലൻറ്റ് പെർ ഗ്രാം ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസീൻ ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് റെസിൻ. റെസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് ക്രോസ് ലിങ്കിങ് ആൻഡ് സ്വെല്ലിംഗ്. റെസിൻ സ്വെല്ല് ചെയ്യുന്ന സമയത്ത് പോളിമർ ചെയിൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ സ്വെല്ല് ചെയ്യും, നോൺ പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ കോൺട്രാക്ഷൻ ആണ് നടക്കുക. സ്വെല്ലിംഗ് എന്ത് ചെയ്യും? ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ക്രോസ് ലിങ്കിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ റെസിൻ കൂടുതൽ റിജിഡ് ആയിരിക്കും, അങ്ങനെ സ്വെല്ലിംഗ് കുറവായിരിക്കും. അപ്പോൾ അയൺ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ലെസ് ക്രോസ് ലിങ്കിങ് ഏജൻ്റ് ആണുള്ളതെങ്കിൽ റെസിൻ ലെസ് റിജിഡ് ആയിരിക്കും, മോർ സ്വെല്ലിംഗ് ആണ് നടക്കുക, ഇൻഎഫിഷ്യൻറ്റ് സെപ്പറേഷൻ ആണ് നടക്കുന്നത്. ഒപ്റ്റിമം ക്രോസ് ലിങ്കിങ് ഏജൻ്റ് ആണെങ്കിൽ അത് ക്വാണ്ടിറ്റി നെസസറി ആണ് എഫക്റ്റീവ് സെപ്പറേഷന് വേണ്ടിയിട്ട്. അടുത്തതാണ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് പൊറോസിറ്റി. ഗ്രേറ്റർ സർഫസ് ഏരിയ ആൻഡ് യൂണിഫോം പാർട്ടിക്കിൾ സൈസ് അയൺ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്ത റീജനറേഷൻ ആണ്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീൻസ് റീജനറേറ്റഡ് ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസീൻസിനെ റീജനറേറ്റ് ചെയ്യുന്നത്. അത് വാട്ടർ വെച്ച് വാഷ് ചെയ്യുന്നുണ്ട് അൺടിൽ ന്യൂട്രൽ. അടുത്തത് അയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കി. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് റെസിൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കെമിക്കൽ നേച്ചർ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെൻറ്റ് അയോൺ എക്സ്ചേഞ്ച് റെസിൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സ്ട്രക്ചറൽ ടൈപ്പ് ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസിൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് റെസിൻ. അടുത്തത് നമ്മൾ നോക്കുന്നത് അയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി. അയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എക്സ്ചേഞ്ചബിൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. അത് മില്ലി ഇക്വാലൻറ്റ് പെർ ഗ്രാം ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസിൻ എന്നുള്ള രീതിക്കാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മില്ലി ഇക്വാലൻറ്റ് പെർ ഗ്രാം ഈക്വൽ ടു 1000 ബൈ ഇക്വാലൻറ്റ് വെയ്റ്റ്. റെസിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ പെല്ലിക്കുലർ എമൗണ്ട് ഓഫ് ക്രോസ് ലിങ്കിങ് ഏജൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് പാക്കേജിംഗ് ഓഫ് കോളം അല്ലെങ്കിൽ പാക്കിംഗ് ഓഫ് കോളം. ഇവിടെ വെറ്റ് പാക്കിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുക. റെസിനും മൊബൈൽ ഫേസും കൂടിയിട്ട് യൂണിഫോംലി കോളത്തിൽ പാക്ക് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് സോൾവെൻറ്റ്സ് ലെസ് യൂസ്ഫുൾ ആണ്, ജനറലി നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ആസിഡ് ആൽക്കലി ബഫറിൻ്റെയൊക്കെ സ്ട്രെങ്ത് യൂസ്ഡ് ആസ് എലൂട്ടിംഗ് സോൾവെൻറ്റ്. ഒരു എക്സാമ്പിളാണ് 0.1 നോർമൽ HCl, NaOH, ഫോസ്ഫേറ്റ് ബഫർ, അസറ്റേറ്റ് ബഫർ, ബോറേറ്റ് ബഫർ, താലേറ്റ് ബഫർ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ വരുന്നത്.
അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രൊമാറ്റോഗ്രാം ആൻഡ് എലൂഷൻ. സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആസിഡ്സും ആൽക്കലിയും ബഫേഴ്സും ഒക്കെ ഡിഫറെൻറ്റ് പി എച്ചിലുള്ളത്. ഇതാണ് നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എലൂഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഐസോക്രാറ്റിക് എലൂഷനും ഗ്രേഡിയൻറ്റ് എലൂഷനും. അടുത്തത് അനാലിസിസ് ഓഫ് ദ എലൂട്ട്. എലൂട്ടിൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് നേച്ചറിനെയും സാമ്പിളിൻ്റെ ക്വാണ്ടിറ്റീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെത്തേഡാണ് സ്പെക്ട്രോ ഫോട്ടോമെട്രിക് മെത്തേഡ്, പോളറോഗ്രാഫിക് മെത്തേഡ്, കണ്ടക്ടോമെട്രിക് മെത്തേഡ്, ആംബറോമെട്രിക് മെത്തേഡ്, ഫ്ലെയിം ഫോട്ടോമെട്രിക് മെത്തേഡ്, റേഡിയോ കെമിക്കൽ മെത്തേഡ്, ഗിഗർ മുല്ലർ കൗണ്ടർ മെത്തേഡ്, അയണൈസേഷൻ ചേംബർ മെത്തേഡ്. അനാലിസിസ് ചെയ്തതിന് ശേഷം സിമിലർ ഫ്രാക്ഷൻസിനെ മിക്സ് ചെയ്തിട്ട് പ്യുവർ അയോൺസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഓഫ് ഡിസൈഡ് ടൈപ്പാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി അയൺ എക്സ്ചേഞ്ച് റെസിൻ്റെ റീജനറേഷൻ എന്ന് പറയുമ്പോൾ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീസ്റ്റോറിംഗ് ആണ്. യൂസ്ഡ് റെസിനെ ഫ്രഷ് സ്റ്റേറ്റിലോട്ട് റീസ്റ്റോർ ചെയ്യുന്നതിനെയാണ് റീജനറേഷൻ എന്ന് പറയാം. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ റീജനറേഷൻ ആണെങ്കിൽ ചാർജിങ് കോളം വിത്ത് സ്ട്രോങ് ആസിഡ് വഴിയാണ് ഉണ്ടാവുക. ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ റീജനറേഷൻ ആണെങ്കിൽ സ്ട്രോങ് ആൽക്കലി യൂസ് ചെയ്തിട്ടാണുള്ളത്. ഇതിൻ്റെ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫീൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരുന്നത് പമ്പ് ഉണ്ട്, ഇഞ്ചക്ടർ ഉണ്ട്. ഇഞ്ചക്ടർ 0.1 to 100 ml വോളിയമാണ്. പ്രഷർ അപ് ടു 4000 PSI. കോളം ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടറും ആംബറോമെട്രിക് ഡിറ്റക്ടറും ഉണ്ട്. റെക്കോർഡർ ഉണ്ട്. അടുത്തതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെപ്പറേഷൻ. ഫസ്റ്റ് വൺ, നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് അയോൺ എക്സ്ചേഞ്ച് റെസിൻ. അതിൽ വരുന്നതാണ് ക്രോസ് ലിങ്കിങ്ങും സ്വെല്ലിങ്ങും ഒക്കെ. അത് പ്രപ്പോർഷൻ ഓഫ് ക്രോസ് ലിങ്കിങ് ഏജൻസിനെയും പോളിസ്റ്റൈറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ ക്രോസ് ലിങ്കിങ് ആണെങ്കിൽ കൂടുതൽ റിജിഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, മോർ ക്രോസ് ലിങ്കിങ് ഉണ്ടെങ്കിൽ റെസിൻ കൂടുതൽ റിജിഡ് ആയിരിക്കും, കുറച്ച് സ്വെല്ലി ഉള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് സൈസ്ഡ് അയൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. ലെസ് ക്രോസ് ലിങ്കിങ് ആണെങ്കിൽ റെസിൻ ലെസ് റിജിഡ് ആയിരിക്കും, കൂടുതൽ സ്വെല്ല് ചെയ്യും. അപ്പോൾ സെപ്പറേഷൻ അവിടെ ലെസ് എഫീഷ്യൻ്റ് ആണ്. അപ്പോൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ക്രോസ് ലിങ്കിങ് ഏജൻറ്റ് റിക്വയർഡ് ആണ് എഫക്റ്റീവ് സെപ്പറേഷന് വേണ്ടിയിട്ട്. അടുത്തത് നേച്ചർ ഓഫ് എക്സ്ചേഞ്ചിങ് അയോൺസ് ആണ്. ബാലൻസി ഓഫ് അയോൺ. ലോ കോൺസെൻട്രേഷനിലും നോർമൽ ടെമ്പറേച്ചറിലും ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൈസ് ഓഫ് അയോൺസ് എന്ന് പറയുമ്പോൾ സിമിലർ ചാർജ്ഡ് അയോൺസിൽ എക്സ്ചേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വിത്ത് ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ഹൈഡ്രേറ്റഡ് അയോൺസ്. പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് പ്രിഫർ ചെയ്യുന്നത് അയോൺസ് വിത്ത് ഗ്രേറ്റർ പോളറൈസബിലിറ്റി. ഗ്രേറ്റർ പോളറൈസബിലിറ്റി ഉള്ള അയോൺസ് ആണ് കൂടുതലായിട്ടും എക്സ്ചേഞ്ച് നടക്കുക. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലോ ആയിരിക്കണം കോൺസെൻട്രേഷൻ. അഡ്വാൻറ്റേജസ്, ഇതൊരു നോൺ ഡീനാച്ചുറിങ് ടെക്നിക്കാണ്. പ്യൂരിഫിക്കേഷൻ്റെ എല്ലാ സ്റ്റേജിലും യൂസ് ചെയ്യാൻ പറ്റും. സെപ്പറേഷൻ്റെ pHും സോൾട്ട് കോൺസെൻട്രേഷനും അയൺ എക്സ്ചേഞ്ച് മീഡിയം ഒക്കെ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കോൺസെൻട്രേറ്റിംഗ് സ്റ്റെപ്പായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ മോളിക്യൂൾസ് വിത്ത് സ്മോൾ ചാർജ് ഡിഫറൻസ് ആണ് ഇവിടെ റിസോൾവ് ചെയ്യുന്നത്. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്ലി എക്യുപ്മെൻ്റ് ആണ്, എക്സ്പെൻസീവ് കെമിക്കൽസ് ആണ്. ടെർബിഡിറ്റി എന്ന് പറയുമ്പോൾ ബിലോ 10 ppm ആവണം. ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സോൾട്ടിൽ നിന്ന് വേറൊരു സോൾട്ട് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമ്പിൾ ടെട്രാ പ്രൊപ്പൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫ്രം ടെട്രാ പ്രൊപ്പൈൽ സോൾട്ട് ഓഫ് അനദർ ആനയോൺ. ഹൗസ് ഹോൾഡ് ലോണ്ടറി ഡിറ്റർജൻസിൽ ഇത് അപ്ലിക്കബിൾ ആണ്. വാട്ടർ സോഫ്റ്റനിങ്ങിൽ യൂസ് ചെയ്യും. ഡി അയണൈസ്ഡ് വാട്ടറിൻ്റെ പ്രിപ്പറേഷനും മെറ്റൽസിൻ്റെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ആൽക്കലൈസേഷൻ, പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ അനാലിസിസിനും പ്യൂരിഫിക്കേഷനും വേണ്ടിയിട്ടും ഇനോർഗാനിക് അയോൺസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി? ഈ രണ്ട് ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷനും ക്രൈറ്റീരിയ ഫോർ റെസിനും ക്ലാസിഫിക്കേഷൻ തന്നെ അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് റെസിൻ, അക്കോർഡിംഗ് ടു കെമിക്കൽ നേച്ചർ, according to functional group in different ion exchange resin, according to structural type of ion exchange resin, classification according to physical properties of resin. പിന്നെ നമ്മൾ അയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്നൊരു ടേമും പാക്കിംഗ് ഓഫ് കോളം, ഡെവലപ്മെൻറ്റ് ഓഫ് ക്രൊമാറ്റോഗ്രാം ആൻഡ് എലൂഷൻ, അനാലിസിസ് ഓഫ് എലൂട്ട്, റീജനറേഷൻ ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെപ്പറേഷനും, പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും. ഇത്രയാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ ക്ലാസിഫിക്കേഷനാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി മിസ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്ക് തന്നെയാണ്. നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് അതിൽ കയറി ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.